ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകളാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ച് ടേബിളിൽ തന്നേക്കുന്ന അതിൻ്റെയൊക്കെ എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂസും എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇൻവേഴ്സ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂസ് വേണം. അപ്പോൾ ആദ്യം നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 കോൺസ്റ്റന്റ് ഫംഗ്ഷനാണ്. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t equal to 1. അപ്പം നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമിന് L എന്നുള്ള നൊട്ടേഷനാണ് പറയുന്നത്. L of 1 എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to infinity e raised to minus st into f of t dt. ഫോർമുല f of t dt. f of t എന്ന് പറയുന്നത് 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity e raised to minus st into 1 dt എന്ന് വരും. അപ്പം ഇ റേസ് ടു മൈനസ് എസ് ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ് ചെയ്യേണ്ടത്. ഇ റേസ് ടു മൈനസ് എസ് ടി ചെയ്യുമ്പം ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ് ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ അത് മൈനസ് എസ് ഫ്രം 0 to infinity എന്ന് വരും. അപ്പം മൈനസ് 1/s നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു 0 എന്ന് വരും. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പം അത് 1/e റേസ് ടു ഇൻഫിനിറ്റി 1/infinity ഫോം ആയതുകൊണ്ട് ഈ ടേം 0 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1/s 0 മൈനസ് 1 വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1/s. അപ്പോൾ L of 1 അല്ലെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 നമുക്ക് 1/s എന്ന് കിട്ടും. അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അടുത്തത് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു at. Find the Laplace transform of e raised to at. അപ്പം L f of t is equal to L notation L e raised to at. ഫോർമുല എന്താ പറയുന്നത്? ഇന്റഗ്രൽ 0 to infinity e raised to minus st into f of t dt. ഫോർമുല എപ്പോഴും നമ്മൾ എഴുതണം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity e raised to minus st into e raised to at dt എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും e raised to ന്റെ പവറിലായതുകൊണ്ട് നമുക്ക് e raised to കോമൺ ആയിട്ട് എടുക്കാം. a raised to m into a raised to n നമുക്ക് a raised to m plus n എഴുതാം. അപ്പോൾ 0 to infinity e raised to minus of ഇത് മൈനസ് എസ് ഇത് പ്ലസ് എ. അപ്പം മൈനസ് നമ്മൾ പുറത്തെടുക്കുമ്പോൾ എസ് മൈനസ് എന്ന് വരും. നമുക്ക് മൈനസ് പുറത്തെടുക്കുന്നതാണ് നല്ലത്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വാല്യൂസ് ഇവിടെ ഇൻഫിനിറ്റി കിടക്കുന്നുണ്ട്. ഇ റേസ് ടു മൈനസ് ആകുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ഫോമിൽ വരുമ്പോൾ നമുക്ക് 0 എന്ന് കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ ഇന്റഗ്രൽ 0 to infinity ഇ റേസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു ടി ഡി ടി എന്ന് വരും. അപ്പോൾ ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇ റേസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ടി ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡെറിവേറ്റീവ് വരും. അപ്പോൾ അത് മൈനസ് ഓഫ് എസ് മൈനസ് എ ഫ്രം 0 to infinity വരും. മുമ്പത്തെ പോലെ നമുക്ക് മൈനസ് 1/s മൈനസ് എ പുറത്തെടുത്താൽ റേഞ്ച് നമുക്ക് കൊടുക്കുമ്പം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു 0. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. ഇ റേസ് ടു 0 മൈനസ് 1 വരും. ഇപ്പം മൈനസ് 1 ഇൻറ്റു ഇവിടെ മൈനസ് 1 ചെയ്യും. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1/s മൈനസ് എ 0 മൈനസ് 1 എന്ന് വരും. മൈനസും മൈനസും കൂടെ അത് 1/s മൈനസ് എ. Therefore L of e raised to at is equal to 1/s മൈനസ് എ. അടുത്ത സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് 1/s മൈനസ് എ. അടുത്ത നമുക്ക് cos h ചെയ്യാം. Find the Laplace transform of cos h at and sin h. ഹൈപ്പർബോളിക് കോസിന്റെയും സൈന്റെയും ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആദ്യം L cos h at ചെയ്യാം. L cos h at. cos h ന്റെ ഫോർമുല എന്താണ്? e raised to at plus e raised to minus at divided by 2 എന്നല്ലേ? cos h at എന്ന് പറയുന്നത്
e raised to at plus e raised to minus at divided by 2 ആണ്. Therefore L of cos at എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു ഷിഫ്റ്റിംഗ് തിയറം നമ്മൾ പറഞ്ഞു L of അല്ലെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ബി ജി ഓഫ് ടി എന്ന് പറയുന്നത് എ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി. ഇവിടെ നമുക്ക് 1/2 ഇ റേസ് ടു എ ടി, ഇതിനെ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/2 ഇ റേസ് ടു എ ടി പ്ലസ് 1/2 ഇ റേസ് ടു മൈനസ് എ ടി. അപ്പോൾ ഇത് എ എഫ് ഓഫ് ടി പ്ലസ് ബി ജി ഓഫ് ടി ഫോമുല. അപ്പോൾ നമുക്കതിനെ 1/2 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി പ്ലസ് 1/2 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി എഴുതാം. ഇങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം, ചെയ്യാൻ എളുപ്പം ഇതാണ്. അപ്പോൾ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തു ഷിഫ്റ്റിംഗ് തിയറം വെച്ചിട്ട് നമുക്ക് ഷിഫ്റ്റിംഗ് തിയറം അല്ല ലീനിയാരിറ്റി തിയറം വെച്ചിട്ട് നമുക്ക് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ 1/2 എൽ ഓഫ് ഇ റേസ് ടു എ ടി ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതാണ്. അത് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇ റേസ് ടു എ ടിയുടെ ഫോമുല 1/s മൈനസ് എ പ്ലസ് ഇ റേസ് ടു എ ടിയുടേത് 1/s മൈനസ് എ ആണെങ്കിൽ ഇ റേസ് ടു മൈനസ് എ ടി എന്ന് പറയുമ്പോൾ എക്ക് വരെ മൈനസ് എ വെച്ച് റീപ്ലേസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 1/s മൈനസ് മൈനസ് എ എന്ന് വരും, എക്ക് പകരം മൈനസ് എ വരും. അപ്പോൾ നമുക്ക് 1/2 കോമൺ ആയിട്ട് എടുത്താൽ 1/s മൈനസ് എ പ്ലസ് 1/s പ്ലസ് എ എന്ന് വരും. അപ്പോൾ നമ്മൾ എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 s plus a plus s minus a divided by s minus a into s plus a. So this is equal to 1/2. ഇത് എസും 2s എന്ന് വരും divided by s square minus a square എന്ന് വരും അല്ലേ. a minus b into a plus bയുടെ ഫോമുലയാണ്. അപ്പോൾ s square minus a square വരും. ന്യൂമറേറ്ററിൽ a ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഈ 2 കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് this is equal to s divided by s square minus a square എന്ന് വരും. ഇതാണ് cos h a t യുടെ ഫോമുല. ഇതേപോലെ തന്നെ നമുക്ക് sin h a t യുടെ ഫോമുലയും യൂസ് ചെയ്യാം. L of sin h a t എന്ന് പറയുന്നത് L of sin h a t യുടെ ഫോമുല എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി ഡിവൈഡഡ് ബൈ 2 ആണ്. സൈൻ എച്ചിന്റെ ഫോമുല ഇ റേസ് ടു എ ടി മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി ഡിവൈഡഡ് ബൈ 2. സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. 1/2 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി മൈനസ് 1/2 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി. This is equal to 1/2 e raised to 8 ഇടത് 1/s minus a minus 1/2 e raised to minus 8 എന്ന് പറയുമ്പോൾ s minus minus എന്ന് പറയുമ്പോൾ s plus a. അപ്പോൾ 1/2 കോമൺ ആയിട്ട് എടുത്താൽ 1/s minus a minus 1/s plus a എന്ന് വരും. എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്യണം. 1/2 s plus a minus s minus a മൈനസ് s minus a divided by s square minus a square എന്ന് വരും. This is equal to 1/2 s plus a minus s plus s. അപ്പോൾ അത് 2a വരുള്ളൂ. ബാക്കി ടൈം എസും മൈനസ് എസും കൂടെ പോയി a മൈനസ് മൈനസ് എസ് എന്ന് പറയുമ്പോൾ 2a വരും. s സ്ക്വയർ മൈനസ് a സ്ക്വയർ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം ഇത് a ഡിവൈഡഡ് ബൈ s സ്ക്വയർ മൈനസ് a സ്ക്വയർ എന്ന് വരും. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് എ ടി എന്ന് പറയുന്നത് a ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. ഇനി നമുക്ക് അപ്പോൾ നമുക്ക് 1ന്റെ നമ്മൾ കണ്ടുപിടിച്ചു, ഇ റേസ് ടു എ ടിയുടെ കണ്ടുപിടിച്ചു, സൈൻ എച്ച് എ ടിയുടെയും കോസ് എച്ച് എ ടിയുടെയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് സൈൻ്റെയും കോസിൻ്റെയും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് അടുത്തതായിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ഐ ഒമേഗ ടി. അപ്പം നമുക്ക് ഫോമുല അനുസരിച്ച് എൽ ഇ റേസ് ടു ഐ ഒമേഗ ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 ടു അല്ലെങ്കിൽ നമുക്ക് എക്ക് പകരം ഐ ഒമേഗ വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. എങ്ങനെ ചെയ്താലും ഒരുപോലെയാണ്. അത് ഇ റേസ് ടു മൈനസ് എസ് ടി ഇ റേസ് ടു ഐ ഒമേഗ ടി ഡി ടി എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് ഐ ഒമേഗ ടി ഡി ടി എന്ന് വരും. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് മൈനസ് ഐ ഒമേഗ ടി ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് മൈനസ് ഐ ഒമേഗ ഫ്രം 0 ടു ഇൻഫിനിറ്റി എന്ന് വരും.
-1/s-i ω പുറത്തെടുത്ത് കഴിയുമ്പം ഇത് 0 മൈനസ് e⁻0 1 വരും. അപ്പോൾ അത് 1/s-i ω എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് e⁻i ω ഫോർമുല ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s-i ω. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ദിസ് ക്യാൻ ബി റിട്ടൺ. ഇത് നമ്മൾ ഇത് ഇത്രയും മതി ആക്ച്വലി നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പം നമുക്ക് എന്താ കിട്ടി? L of e⁻i ω t is equal to 1/s-i ω. അപ്പോൾ e⁻at എക്ക് പകരം i ω കൊടുത്താൽ ഈ സെയിം ഫോർമുലയാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് L e⁻i ω t കിട്ടി. ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈനും കോസും കണ്ടുപിടിക്കാൻ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പല രീതിയുണ്ട്. ഒരു പ്രോബ്ലം തന്നെ നമുക്ക് പല രീതി ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ω t ആൻഡ് കോസ് ω t എന്നെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ സൈൻ്റെയും കോസിൻ്റെയും ഫോർമുല വെച്ചിട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം L of e⁻i ω t നമുക്ക് 1/s-i ω എന്നെടുക്കാം. ഇതിനെ നമുക്ക് അതിൻ്റെ കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം s+i ω ഡിവൈഡഡ് ബൈ s+i ω ഇൻറ്റു s-i ω എന്ന് വരുമല്ലോ. അതിനെ കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് സൈഡിലും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇത് s+i ω ഡിവൈഡഡ് ബൈ s² മൈനസ് i² ω² എന്ന് വരും. i² എന്ന് പറയുന്നത് -1 ആണ്, -i² എന്ന് പറയും പ്ലസ് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു s+i ω ഡിവൈഡഡ് ബൈ s² പ്ലസ് ω² എന്ന് വരും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് s ഡിവൈഡഡ് ബൈ s² പ്ലസ് ω² പ്ലസ് i ഇൻറ്റു നമ്മൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പം അത് s ഡിവൈഡ് ബൈ s² പ്ലസ് ω² പ്ലസ് i ഇൻറ്റു ω ഡിവൈഡഡ് ബൈ s² പ്ലസ് ω². ഇനി നമുക്കറിയാം, നമ്മൾ കോംപ്ലക്സിൽ പഠിച്ചിട്ടുണ്ട് e⁻i ω t എന്ന് പറയുന്നത് കോസ് ω t പ്ലസ് i സൈൻ ω t. e⁻i⁻θ ഓയിലേഴ്സ് ഫോർമുല ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. e⁻i⁻θ എന്ന് പറയുന്ന കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റയാണ്. അപ്പം e⁻i ω t എന്ന് പറയുമ്പം അത് കോസ് ω t പ്ലസ് i സൈൻ ω t. അപ്പം നമുക്ക് അതിൻ്റെ റിയൽ പാർട്ട് e⁻i ω tയുടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് കോസ് ω t e⁻i ω tയുടെ ഇമാജിനറി പാർട്ട് സൈൻ ω t യുമാണ്. അപ്പം നമുക്ക് L of e⁻i ω t എന്ന് പറയുന്നത് L of ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ω t പ്ലസ് i സൈൻ ω t എന്ന് എടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു L of കോസ് ω t പ്ലസ് i ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ω t. ഇതിനെ ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുക, ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക. അപ്പോൾ L e⁻i ω t എന്ന് പറയുന്നത് ഇതാണ്, L e⁻i ω t എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാലോ. ഇക്വേറ്റിംഗ് 1 and 2, ഇക്വേറ്റിംഗ് 1 and 2 we get s divided by s² plus ω² plus i into ω divided by s² plus ω² is equal to L of cos ω t plus i of L sin ω t. അപ്പം നമുക്ക് റിയൽ പാർട്ടുകളും ഈ ഇമാജിനറി പാർട്ട്, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ എന്ന് പറയുമ്പോൾ നമുക്ക് റിയൽ പാർട്ടുകളും ഇമാജിനറി പാർട്ടുകളും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ റിയൽ പാർട്ടുകൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് L cos ω t is equal to s divided by s² plus ω². L sin ω t is equal to ω divided by s² plus ω². അതായത് റിയൽ പാർട്ട് എടുക്കുമ്പോൾ ഇത്, ഇമാജിനറി പാർട്ട് എടുക്കുമ്പോൾ ഇത്. അപ്പോൾ റിയൽ പാർട്ട് എന്ന് പറയുന്നത് L cos ω t. അപ്പോൾ L cos ω t is equal to s divided by s² plus ω² എന്ന് പറയും. L sin ω t എന്ന് പറഞ്ഞാൽ ω ഡിവൈഡ് ബൈ s² പ്ലസ് ω². അപ്പം നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം, രണ്ടിൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടി. അപ്പം നമുക്ക് സൈൻ ω കോസ് ω ലാപ്ലേസ് ട്രാൻസ്ഫോം ചോദിച്ചാൽ ഒന്നെങ്കിൽ e⁻i ω t നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വേണമെങ്കിൽ നമുക്ക് ഈ കോസ് ω t നമുക്ക്
ഇ റേസ് ടു ഐ ഒമേഗ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2. ഈ ഫോർമുല യൂസ് ചെയ്താലും മതി. അപ്പം ഇ റേസ് ടു നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇ റേസ് ടു ഐ ഒമേഗ ടിയുടെയും ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടിയുടെയും കൂടെ സം ചെയ്തിട്ട് 1/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതേപോലെ തന്നെ സൈൻ ഒമേഗ ടിക്ക് നമുക്ക് ഇ റേസ് ടു ഐ ഒമേഗ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2i ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. അപ്പം നമുക്ക് കോസ് ഒമേഗ ടിയുടെയും സൈൻ ഒമേഗ ടിക്കും ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം, അതായത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് ഇ റേസ് ടു ഐ ഒമേഗ ടിയുടെ കണ്ടുപിടിച്ചിട്ട് അതിനെ കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്നില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കോസ് ഒമേഗ ടിയുടെ ഫോർമുല ഇതാണ്. കോസ് തീറ്റയുടെ ഫോർമുല ഇ റേസ് ടു ഐ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാണ്. ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും സൈൻ ഒമേഗ ടിയുടെ ഫോർമുല ഇ റേസ് ടു ഐ ഒമേഗ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഡിവൈഡ് ബൈ 2i. അപ്പം ഈ ഫോർമുല വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to at cos omega t and e raised to at sin omega t. ഇത് രണ്ടും നമുക്ക് ഷിഫ്റ്റിംഗ് തിയറം വെച്ചിട്ട് ചെയ്യുന്നതാണ് എളുപ്പം. നമ്മൾ ഷിഫ്റ്റിംഗ് തിയറം ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഷിഫ്റ്റിംഗ് തിയറം പറഞ്ഞ എന്താണ്? ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടിയുടെ ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടിക്കകത്ത് എസിന് പകരം എസ് മൈനസ് എ വെച്ച് റീപ്ലേസ് ചെയ്താണ്. അപ്പോൾ നമുക്ക് കോസ് ഒമേഗ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. നമ്മളത് ഓൾറെഡി ചെയ്തതാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടുപിടിച്ചതേ ഉള്ളൂ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പം നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ ടി ഇതാ. അപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി കോസ് ഒമേഗ ടി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എസിന് പകരം എന്ത് റീപ്ലേസ് ചെയ്താൽ മതി? എസ് മൈനസ് എ വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എസ് മൈനസ് എ ഡിവൈഡ് ബൈ എസ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇത് ഷിഫ്റ്റിംഗ് തിയറം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യണം. ഇവിടെ റിസൾട്ട് എഴുതണം. ഇഫ് എൽ എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. ഇത് നമ്മൾ പറയണം, എങ്കിലേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് കോസ് ഒമേഗ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് എക്ക് പകരം എസിന് പകരം എസ് മൈനസ് എ വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇ റേസ് ടു എ ടി സൈൻ ഒമേഗ ടിയുടെ കൂടെ വേണം. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി അല്ല, അപ്പോൾ ആദ്യം നമുക്ക് സൈൻ ഒമേഗ ടിയുടെ ഫോർമുല ചെയ്തല്ല. സൈൻ ഒമേഗ ടിയുടെ ഫോർമുല ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അത് ഒമേഗ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. Therefore, Laplace transform of e raised to at sin omega t എന്ന് പറയുന്നത് എസിന് പകരം എസ് മൈനസ് എ. അപ്പോൾ എസ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ നമ്മൾ ആ ഷിഫ്റ്റിംഗ് തിയറമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ തിയറം എന്താണെന്നുള്ളത് ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്യാം.